മോട്ടിവേഷൻ വിത്ത് സാബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുട്ടിയെ കാണാൻ പോകാനുള്ള പുറപ്പാടിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നേരം കടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ അവരുടെ പിന്നാമ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കി. നല്ല കാറ്റ്, നല്ല സുഖമുണ്ട്, നല്ലൊരു വൈബാണ്. തെങ്ങ്, മാങ്ങ എല്ലാം ഉണ്ട്. ഏകദേശം അവരുടെ ബാക്കിലുള്ളത് പനകളാണ്. പനയും പിന്നെ അടക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആ ബാക്കിൽ. നമ്മുടെ ഇവിടെയൊക്കെയാണ് മിറ്റം കുറവ്, പിന്നാമ്പുറവും ഇതൊക്കെ. ഇവിടെയൊക്കെ നിറയെ മിറ്റവും നല്ല വൈബാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞാൻ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ പിന്നാമ്പുറത്തൊക്കെ ഒന്ന് പോയി വന്നു. അപ്പോഴേക്കും കുട്ടിയോട് കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയി. കുട്ടിക്ക് ഡാൻസ് പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല, എന്ത് വിധത്തിൽ വേണമെങ്കിലും ഡാൻസ് കളിച്ച് അവൾ റെഡിയാവും. ഇത് അവരുടെ വീടിൻ്റെ സ്റ്റെയർ കേസാണ്. ഇവിടെ വരുമ്പോൾ ആകെ പേടി ഈ സ്റ്റെയർ കേസിൽ കുട്ടി കയറുന്നത് മാത്രമാണ്. അവിടെ മറ്റേ ഹാൻഡ് പൈപ്പ് വെക്കാത്ത കാരനാണ് ഹാൻഡിൽ. പിന്നെ കുറച്ച് നേരം കളിച്ചു, രസിച്ചു. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കണ്ടത് ആ വരച്ചത് മോള് വരച്ചതാണ്. മോള് നല്ല അടിപൊളിയായിട്ട് വരക്കണ ആളാണ്, ആർട്ടിസ്റ്റാണ്. അവരുടെ ചുമരിലൊക്കെ ഭിത്തിയിലൊക്കെ അവൾ നന്നായിട്ട് അടിപൊളിയായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഈവനിങ് ആയി. ചോറ് വെച്ചാൽ തന്നെ തേച്ചിട്ടില്ല. അപ്പോഴേക്കും ചായയുടെ സമയം എത്തി. പിന്നെ ചായ അല്ല കേട്ടോ, കോഫിയാണ്. കോഫി മോന് ചായ അങ്ങനെ കുടിക്കാറില്ല, അപ്പോൾ കോഫിയാണ് വെച്ചത്. പിന്നെ കോഫിയും അതിൻ്റെ കൂടെ ബ്രെഡ് പൊരിച്ചത്, ഫ്രൈ, എഗ് ഇട്ടിട്ട്, പിന്നെ മുട്ടപ്പാലട. ഈ മുട്ടപ്പാലട നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക, മുട്ടപ്പാലട തന്നെയാണോ? മുട്ടപ്പാലട അങ്ങനെ നീളത്തിലും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ മടക്കിയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കാറ്. പിന്നെ കോഫിയും മുട്ടപ്പാലട കഴിച്ചപ്പോൾ പിന്നെ ഒന്നും പറയണ്ട. ചോറ് കഴിച്ച് തന്നെ തേച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത് കണ്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ടപ്പാലട നല്ലൊരു വെറൈറ്റി ആയിട്ട്
ടേസ്റ്റ് ആയിരുന്നു. കാരണം അതിൽ ഒരു ഇളനീരിൻ്റെ തേങ്ങ, മൂക്കാത്ത തേങ്ങ, നല്ല ഇളമ്പ് തേങ്ങ ഇട്ടിട്ട് മുട്ടപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടേസ്റ്റ് കണ്ടപ്പോൾ ഞാൻ 2 കഴിച്ചു. ഒരു ബ്രെഡും കഴിച്ചു. വയറൊക്കെ നല്ല അടിപൊളി നിറഞ്ഞു. മോളുടെ ഒരു അനിയത്തി ഉണ്ട് കേട്ടോ. അവൾ ക്രിക്കറ്റ് പ്ലെയറാണ്. അവൾ ഈ കേരള ടീമിലൊക്കെ സെലക്ഷൻ കിട്ടിയതാണ്. ആളിവിടെ ഇല്ല, ആൾ കളിക്കാൻ പോയിക്കായിരുന്നു. എല്ലാ ദിവസവും പ്രാക്ടീസിന് പോകണമാണ്. ഞങ്ങൾ പോയപ്പോൾ പ്രാക്ടീസിന് പോയിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി കുറച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആളിവിടെ എത്തി. ഈവനിങ് എത്തിയ പിന്നെ വീണ്ടും ഇവിടെ എത്ര നേരം വേണമെങ്കിലും എത്ര കളിച്ചാലും അവൾക്ക് മടുക്കില്ല. അങ്ങനെയാണ്. എന്തായാലും മുട്ടപ്പാലട അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. പിന്നെ ഒന്നും പറയണ്ട, രാത്രിക്കും കൂടി ഫുഡ് വേണ്ട. അങ്ങനെ വയറ് ഫുള്ളായി. എല്ലാം കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയിരുന്നു സിറ്റ് ഔട്ടിൽ. അപ്പോഴേക്കും മകളുടെ വീണ്ടും കളിയായി. അടുത്തുള്ള കുട്ടീനെ കാണുമ്പോഴേക്കും ഉള്ളിലേക്ക് അകത്തേക്ക് വിളിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. പക്ഷേ ആ കുട്ടി അകത്തേക്ക് വന്നൊന്നുമില്ല. കുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവൾക്ക് എൻ്റെ കുട്ടിക്ക് ഏത് കുട്ടികളെ കണ്ടാലും ഭയങ്കര സ്നേഹമാണ്. കുട്ടികളെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ജീവനാണ്. അവരുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ അതിനേക്കാളുമാണ്. കുറച്ച് നേരം മണ്ണിലൊക്കെ കളിക്കാൻ വിട്ടിട്ടുണ്ട്. എന്തായാലും മണ്ണിൽ കളിക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. ഒരുപാട് കളിച്ചില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ മണ്ണിൽ കളിക്കുന്നത് നല്ലതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, കേരള ടീമിൽ സെലക്ഷൻ കിട്ടിയ ആൾ. ഇത്രയും കളിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ഷട്ടിൽ കളിക്കുന്നു. ആൾ അടിപൊളി പ്ലെയറാണ്, ക്രിക്കറ്റ് പ്ലെയറാണ്. എപ്പോൾ പോയാലും വീട്ടിലധികം ഉണ്ടാവാറില്ല. പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പോൾ ഡിഗ്രിക്കാണ്. പക്ഷേ ക്ലാസ്സിലൊന്നും ഒരുപാട് പോകാനും സമയമില്ല. എപ്പോഴും ഓരോ ഭാഗത്തേക്ക് കളിക്കാൻ അവരിങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാറ്. മുംബൈയിൽ, ബാംഗ്ലൂർ, അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയാൽ അധികം കാണാൻ കിട്ടില്ല ആളിനെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാം കഴിഞ്ഞു. ഞാനും മകനും ഈവനിങ്ങിൽ വീട്ടിലേക്ക് യാത്രയായി. കുട്ടിയെ വിട്ടിട്ട് വരുമ്പോൾ ഭയങ്കര വിഷമമാണ്. മോനക്ക് എക്സാം ആയ കാരണം കുട്ടീനെ അവിടെ നിർത്തിക്കുന്നത്. പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.